ഇനി നമുക്ക് ഡിറ്റക്ഷൻ കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വേണ്ടുന്നത് സപ്രഷൻ ആണ്. സപ്രഷനിൽ എക്സ്റ്റിങ്ക്വിഷേഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ഇനി വേണ്ടുന്ന സപ്രഷൻ സിസ്റ്റം വാട്ടർ ബേസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അത് സ്പ്രിംഗ്ലർ സിസ്റ്റമോ അതല്ലെങ്കിൽ നമുക്ക് വരുന്ന ഹൈഡ്രന്റ് ആൻഡ് ഹോസ് വരുന്നുണ്ട്, ബ്രീച്ച് ഇൻലെറ്റ് വരുന്നുണ്ട്. ഇതുപോലെയുള്ള സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വാട്ടർ റിക്വയർമെന്റ് വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പൽസറി ഫയർ ടാങ്കും പമ്പിംഗ് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ സപ്രഷൻ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ പാർട്ടായിട്ടുള്ള ഈ ഒരു ടാങ്ക് അല്ലെങ്കിൽ സ്റ്റോറേജിന്റെ സെറ്റപ്പ് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഈ സ്റ്റോറേജിന്റെ ഡീറ്റെയിൽ ഇവിടെ ഈ ഒരു NOC ഫോമിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിത് റീഡ് ചെയ്ത് പോകാം. അപ്പൊ എനിക്ക് ഏകദേശം ഏത് ഭാഗത്താ വരുന്നതെന്നുള്ള അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിലെ ഓരോ ഏരിയയും നമുക്ക് നോക്കി പോകാനുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് സ്റ്റാറ്റിക് സ്റ്റോറേജ് ടാങ്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റാറ്റിക് വാട്ടർ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കൊടുക്കേണ്ട UG ടാങ്കിന്റെ ഡീറ്റെയിൽ ആണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ കൺസിഡറേഷൻ പറഞ്ഞിരിക്കുന്നത് എത്ര ഇന്റർ കണക്റ്റഡ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കണം എന്നാണ്. മിനിമം 2 എന്ന് പറഞ്ഞു. The number of manholes provided for each compartment for inspection. മിനിമം 2 എന്ന് പറഞ്ഞു. അപ്പൊ പ്ലാൻ വ്യൂലാണെങ്കിലും സെക്ഷൻ വ്യൂലാണെങ്കിലും ടാങ്കിന്റെ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിനിമം 2 കമ്പാർട്ട്മെന്റ് കാണിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ whether the drawing of UG fire sum with all the dimension and capacity calculation is provided with the fire system plan. പ്ലാന്റെ കൂടെ അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് ഡീറ്റെയിൽ വെച്ചിട്ട് അത് വരച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇവിടെ അതിന്റെ റൂൾസ് പറയുന്നത്. സ്റ്റോറേജ് ടാങ്ക് ഷോൾ പ്രിഫറബിളി ബി ആക്സസിബിൾ ഓഫ് നമ്മുടെ ലോക്കൽ ഫയർ സർവീസ് വെഹിക്കിൾ. ഫയർ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ ഫയർ എഞ്ചിന് ഈസിലി ആക്സസിബിൾ ആയിരിക്കണം. ആൻഡ് ദ ഡെപ്ത് ഓഫ് ടാങ്ക് ഷോൾ നോട്ട് ബി മോർ ദാൻ 7 meters ഫ്രം ദ ലെവൽ ഓഫ് ഫയർ ബ്രിഗേഡ് ഡ്രോ ഔട്ട് കണക്ഷൻ. അപ്പൊ ടാങ്ക് എവിടെയാണോ ഫയർ ബ്രിഗേഡ് ഇൻലെറ്റ് വെക്കുന്നത് അതിന്റെ ഒരു ലെവലിൽ നിന്ന് 7 മീറ്ററിൽ മുകളിൽ ടാങ്കിന്റെ സൈസ് പോകാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഗ്രൗണ്ട് ലെവലിലാണ് നമ്മൾ ഫയർ ബ്രിഗേഡ് ഇൻലെറ്റ് വെക്കുന്നത്. ആ ഗ്രൗണ്ട് ലെവലിൽ തന്നെ താഴോട്ടാണ് നമ്മൾ ടാങ്കും കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാങ്കിന്റെ ഡെപ്ത് ഒരു 7 മീറ്ററിന് മുകളിൽ പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഫയർ ബ്രിഗേഡ് ഡ്രോ ഔട്ട് കണക്ഷൻ ഷാൽ നോട്ട് ബി മോർ ദാൻ 5 meter away ഫ്രം ദ ടാങ്ക് വാൾ. ടാങ്കിന്റെ വോളിൽ നിന്ന് ഈ ബ്രിഗേഡ് ഡ്രോ ഔട്ട് കണക്ഷൻ എന്ന് പറയുന്നത് 5 meter ദൂരെ നിന്ന് കൂടാനും പാടില്ല. അപ്പം ടാങ്കും ടാങ്കിന്റെ ഹൈറ്റും ഫയർ ബ്രിഗേഡ് ഇൻലെറ്റും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കണക്ഷൻ ഡീറ്റെയിൽ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് സ്റ്റാറ്റിക് സ്റ്റോറേജ് ടാങ്ക് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എ ഫയർ ബ്രിഗേഡ് collecting head with 4 inlets of 63 mm each at convenient positions at street level. If the tank is situated at the basement or not approachable by fire service vehicle. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഫയർ ബ്രീച്ച് ഇൻലെറ്റ് 4 ഇൻലെറ്റും 63 mm കണക്ഷൻ ഉള്ളതായിരിക്കണം, കൺവീനിയന്റ് പൊസിഷനിലായിരിക്കണം വെച്ചിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്താന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു 4-way ടൈപ്പ് ആണ് പറയുന്നത്. അപ്പം 4-way ഒന്നുകിൽ ഇതോ നമുക്ക് യൂസ് ചെയ്യാം. 4-way ബ്രീച്ച് ഇൻലെറ്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വേ എന്ന് പറയുന്നത് 63 mm ആയിരിക്കണം എന്നാണ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒരെണ്ണം നമ്മൾ കൺവീനിയന്റ് പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു നോട്ടില് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് എ ഫയർ ബ്രിഗേഡ് ഡ്രോ ഔട്ട് കളക്ടിംഗ് ഹെഡ് ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ എ വാൽവ് ബോക്സ്
with 63 mm male instantaneous connection at street level. The draw-out connection shall not be at a distance more than 5 meter away from tank level. അത് നമുക്ക് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ഔട്ട് കണക്ഷൻ 5 മീറ്ററിന് മുകളിൽ ടാങ്ക് വോളിൽ നിന്ന് വരാൻ പാടില്ല. The draw out connection shall be connected to the tank with 100 mm GI pipe with foot valve arrangement in the tank. അപ്പം ബാക്ക് ടു നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് വരാം. ഈ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ടാങ്കിന്റെ സൈഡിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഒരു പൈപ്പിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 100 mm ആയിരിക്കണം. അത് GI പൈപ്പ് ആയിരിക്കണം. 100 mm ആവുമ്പോൾ ഇതിന്റെ കണക്ഷൻ ഒബ്വിയസ്ലി ഫ്ലാഞ്ചഡ് കണക്ഷൻ തന്നെ വരുള്ളൂ. ഇതിന്റെ ഈ അറ്റം ചെന്ന് കയറുന്നത് ടാങ്കിലേക്കായിരിക്കും. അതിന്റെ അറ്റത്തൊരു ഫൂട്ട് വാൽവും ഉണ്ടായിരിക്കണം. അതാണ് അടുത്ത റൂള് പറഞ്ഞിരിക്കുന്നത്. Then the covering slabs of tank should have the capacity to withstand a total vehicular load of 45 ton if the slab forms a part of path or driveway. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡ്രോയിങ്ങിൽ നമ്മൾ ടാങ്ക് ലൊക്കേറ്റ് ചെയ്യുന്ന ഭാഗത്തൂടെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുമ്പം ടാങ്കിന്റെ മുകളിൽ നമ്മൾ സ്ലാബ് ഇട്ട് കവർ ചെയ്തിട്ട് അതിന്റെ മേൾഭാഗമായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. ആ ഉപയോഗിക്കുന്ന സ്ലാബിന്റെ വെയിറ്റ്, ആ സ്ലാബ് എന്ന് പറയുന്നത് അതിന്റെ സ്ട്രക്ചറിൽ അത് ഒരു 45 ടണ്ണോളം വെയിറ്റിനെ എടുക്കാൻ കേപ്പബിൾ ആയിരിക്കുന്ന സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി അതിനുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഇത്രയും റൂൾസും ഡീറ്റെയിൽസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫയർ ബ്രിഗേഡ് ഇൻലെറ്റിന്റെ ഡീറ്റെയിൽ ഈ ടാങ്കിന്റെ കൂടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഡ്രോയിങ്ങിൽ ടാങ്ക് പൊസിഷൻ ചെയ്യുമ്പോഴും ഫയർ ബ്രിഗേഡ് ഇൻലെറ്റ് പൊസിഷൻ ചെയ്യുമ്പോഴും ഈ കാര്യങ്ങൾ നോക്കണം. അതുപോലെ ഫോർവേ ഇൻലെറ്റ് ആണ് വേണ്ടുന്നത്. അതിന്റെ ഈ കണക്ഷൻ എടുക്കുന്ന ഭാഗം 63 mm ആണ് വരുന്നത് എന്നുള്ളതും പിന്നെ അതിന്റെ ഇൻലെറ്റ് പൈപ്പിന്റെ സൈസ് 100 mm ആണ് എന്നുള്ളതും ഇവിടെ ഓൾറെഡി തന്നു. സോ ഫയർ ബ്രിഗേഡ് ഇൻലെറ്റിന്റെ ഡീറ്റെയിൽ, ആ ഒരു സ്റ്റാൻഡ് പൈപ്പിന്റെ ഡീറ്റെയിൽ അവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് ഇതിന്റെ കണക്ഷൻ എല്ലാം എടുക്കണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് വേണം. ആ സ്റ്റോറേജിന്റെ ഡീറ്റെയിൽ ആണ്. അപ്പൊ ഇവിടെ സ്റ്റോറേജിന്റെ ഡീറ്റെയിൽ വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് അണ്ടർഗ്രൗണ്ട് ടാങ്ക് ഇൻ ലിറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ടെറസ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ടെറസ് ടാങ്കിന്റെയും 2 ടാങ്കിന്റെയും കപ്പാസിറ്റി. അപ്പൊ നമുക്ക് 2 ടാങ്കും വേണം. അതിൽ 2 ടാങ്കിന്റെ കപ്പാസിറ്റിയും ഇൻ ലിറ്റേഴ്സിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 lakhന്റെ ടാങ്ക് എന്ന് പറയുന്നത് മിനിമം 2 കമ്പാർട്ട്മെന്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇതിന്റെ ടാങ്ക് സൈസിങ് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ ആദ്യം SL 1 നമ്മൾ ചെയ്യാൻ പോകുന്നത് UGS ഫയർ ടാങ്ക് ആണ്. UGS ഫയർ ടാങ്ക്. ഓക്കെ, UGS ഫയർ ടാങ്കിന്റെ കപ്പാസിറ്റി നമുക്ക് തന്നിരിക്കുന്നത് 2 lakh liters ആണ്. അപ്പൊ ഇത് ഞാൻ ഇൻ ലിറ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇത് ടാങ്ക് ഏതാ എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ അതിന്റെ വോളിയം നമുക്ക് ക്യൂബിക് മീറ്ററിലാണ് അറിയേണ്ടത്. കാരണം നമ്മൾ ടാങ്കിന്റെ വോളിയം പറയുമ്പം ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇത് ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. സോ വോളിയം എന്ന് പറയുന്നത് നമുക്ക് ക്യൂബിക് മീറ്ററിൽ പറയണം. ക്യൂബിക് മീറ്ററിൽ പറയുമ്പോൾ ഒരു ക്യൂബിക് മീറ്റർ എന്ന് എഴുതുന്ന മീറ്റർ ക്യൂബ് എഴുതാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് മീറ്റർ ക്യൂബും ക്യൂബിക് മീറ്ററും ഒന്ന് തന്നെയാണ്. അപ്പൊ ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 1000 liters ആണ്. ഒരു ക്യൂബിക് മീറ്റർ ഈസ് ഈക്വൽ ടു 1000 liters ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ക്യൂബിക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ലിറ്റേഴ്സ് വാല്യൂ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്യൂബിക് മീറ്റർ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് ടേബിൾ ചെയ്യുന്നു. കാരണം നമുക്ക് ഇനിയിപ്പോ ഈ ഒരു രീതിയിൽ എക്സൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എപ്പോൾ വേണമെങ്കിലും ഇത് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് വോളിയം അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അറിയേണ്ട ടാങ്കിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് 7 മീറ്ററിന് മുകളിൽ പോകാൻ പാടില്ല എന്നുള്ളത്. അത്
മാത്രമല്ല, പിന്നെ നമ്മൾ ഇതിനുള്ളിൽ എത്ര ഹൈറ്റ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലത്തെ ലാൻഡിന്റെ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചറലി എത്രത്തോളം ഡെപ്തിൽ അവിടെ ടാങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ ഒക്കത്തുള്ളൂ. അത് നമ്മൾ സ്ട്രക്ചറൽ ടീമോ അല്ലെങ്കിൽ സിവിൽ ടീമോ ആയിട്ട് കൺസൾട്ട് ചെയ്ത് അവരുടെ ഒരു ഒപ്പീനിയനും കൂടെ എടുത്തതിന് ശേഷം ഹൈറ്റ് ഫിക്സ് ചെയ്യുക. പിന്നെ അത് കൂടാതെ അത് മാത്രമല്ല, ചിലപ്പം നമ്മുടെ ലാൻഡിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് തൊട്ടടുത്ത് പുഴയോ അല്ലെങ്കിൽ ലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാട്ടർ ബെഡ് തൊട്ട് താഴെയായിരിക്കും. ഒരു 2 മീറ്ററോ 3 മീറ്ററോ കുഴിച്ചെടുക്കുമ്പോൾ തന്നെ വെള്ളം കാണാം. അപ്പൊ നമുക്ക് ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ പിന്നെ അതുപോലെ ചതുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിലൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എത്രത്തോളം താഴ്ചയില് ആ ഭാഗത്ത് ടാങ്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് അറിയണമെങ്കിൽ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് വേണം, സിവിലുകാരുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും വേണം. അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിന്റെ ഹൈറ്റ് ഫിക്സ് ചെയ്യാം. അതുകൂടാതെ ഈ ടാങ്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അവിടെ ഒരു ഫ്രീ ബോർഡ് സ്പേസ് കാണും. ഫ്രീ ബോർഡ് സ്പേസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഒരു ടാങ്കിലേക്ക് നമുക്ക് പൈപ്പിന്റെ ഇൻലെറ്റ്സ് എല്ലാം കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഫ്രീ ബോർഡ് സ്പേസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും മീറ്ററിലാണ് പറയുന്നത്. 0.3 മീറ്റർ ആണ് അതിന്റെ കണക്ക് വരുന്നത്. അപ്പം ഈ ടാങ്കിനകത്തുനിന്ന് ഫ്രീ ബോർഡ് സ്പേസിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഓവർഫ്ലോ ആയിട്ട് ഒഴുക്കി കളയണം. ഓക്കെ, അപ്പൊ ഫ്രീ ബോർഡ് സ്പേസിലേക്ക് വെള്ളം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആണ്. സോ ഈ ഒരു ഫ്രീ ബോർഡ് സ്പേസ് ഒരു 30 സെന്റിമീറ്റർ ഗ്യാപ്പ് ആണ് വരുന്നത്. ടാങ്ക് കംപ്ലീറ്റ്ലി നമ്മൾ വെള്ളം നിറച്ച് വെക്കില്ല. അപ്പം ഈ പറയുന്ന ഫ്രീ ബോർഡ് സ്പേസിന്റെ ആ ഒരു പൊസിഷനിലാണ് നമ്മൾ നമ്മുടെ ഇൻലെറ്റ് കണക്ഷൻസ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുത്തു. ഇനി ഇതനുസരിച്ച് വേണം നമുക്ക് ടാങ്കിന്റെ ഇപ്പൊ ഹൈറ്റ് ആയി. ഇപ്പൊ വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു L ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിൽ എച്ച് എന്ന് പറയുന്ന ഒരു ടേം ആണ് നമ്മൾ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് ബേസ് ചെയ്തുകൊണ്ട് എടുക്കണം എന്ന് പറഞ്ഞത്. based on soil test report. ഓക്കെ, ഫ്രീ ബോർഡ് സ്പേസ് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ്? എല്ലും ബിയും ആണ് അറിയേണ്ടത്. എല്ല് നമുക്ക് ഇപ്പം അറിയില്ല. അതുപോലെ തന്നെ നമുക്ക് ബിയും എന്താന്നുള്ളത് അറിയില്ല. അപ്പം എൽ എന്താന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം, ബി എന്താന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആകെ അറിയാവുന്നത് ബി അറിയാം, എച്ച് അറിയാം. അപ്പൊ എല്ലും ബിയും ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ അറിഞ്ഞാൽ നമുക്ക് ബാക്കി കണ്ടുപിടിക്കായിരുന്നു. അപ്പം എല്ലും ബിയും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ എല്ലും ബിയും തമ്മിൽ നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കും. ആ റിലേഷനെ നമ്മൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയും. ആസ്പെക്ട് റേഷ്യോ. ഇപ്പൊ ആസ്പെക്ട് റേഷ്യോ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആസ്പെക്ട് റേഷ്യോ നമുക്ക് മാക്സിമം ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആണ്. ഓക്കെ, മാക്സിമം ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആണ്. അതിനർത്ഥം ഇഫ് ബി ഈക്വൽ ടു 1 ആണെന്ന് കരുതുക. അതായത് നമ്മുടെ ടാങ്കിന്റെ ബ്രെഡ്ത്ത് 1 മീറ്റർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഇഫ് ബി ഈക്വൽ ടു 1 ആണെങ്കിൽ ദെൻ എൽ ഈക്വൽ ടു എന്ന് പറയുന്നത് 4 ടൈംസ് ഓഫ് ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. എൽ ഈക്വൽ ടു എന്തെന്ന് പറയാം? 4b എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വോളിയത്തിന്റെ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നിടത്ത് ഈ എല്ലിന്റെ ടേം നമുക്ക് എന്ത് ചെയ്യാം? ഈ എൽ എന്ന് പറയുന്ന ടേം നമുക്ക് മാറ്റി എഴുതാം. അവിടെ എന്ത് ചെയ്യാം? ബി ഇസ് ഈക്വൽ ടു 4b ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ വീണ്ടും ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4b ഇൻറ്റു ബി എന്ന് പറയുന്നത് 4b സ്ക്വയർ എന്ന് നമുക്ക് എടുക്കാം.
4b സ്ക്വയർ എന്ന് എടുക്കാം. അത് ഇൻറ്റു എച്ച് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് അറിയാത്ത ടേം ഇപ്പൊ ബി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന ടേം ആണ്. സോ ഞാൻ ഇപ്പൊ 4b സ്ക്വയറിന് മാത്രം ഇങ്ങോട്ട് ഔട്ട് എടുക്കുന്നു. 4b സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ബി ബൈ എച്ച് എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ ഇതില് ബി ബൈ എച്ച് നമുക്ക് ബി അറിയാം, എച്ചും അറിയാം. അപ്പൊ അതില് നമുക്ക് ഫോർ ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, വി ബൈ 4h എന്ന് എഴുതാം. ഇനി ബി സ്ക്വയറിൽ നമുക്ക് ബി മാത്രമായിട്ട് എടുക്കാം. ബി എന്ന് പറയുന്നത് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി ബൈ 4h എന്ന് എഴുതാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ബി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം, എല്ലും കണ്ടുപിടിക്കാൻ പറ്റും. ബി കിട്ടിക്കഴിഞ്ഞാൽ അതേ ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ എല്ലും കിട്ടി. ഇപ്പൊ എല്ലാ വാല്യൂം നമുക്കാവും. അപ്പൊ ഇവിടെ നമ്മൾ ആസ്പെക്ട് റേഷ്യോ 4:1 എടുത്തത് കൊണ്ടാണ് ഈ ടേമില് ഈ 4 എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് 3:1 ആയിരുന്നെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഈ ടേം എന്താവും, 3 ആണ് നമ്മൾ യൂസ് ചെയ്യാം. ഇത് 2:1 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 2b എന്ന് പറയും, 2b ഇൻറ്റു ബി എന്ന് പറയും. ഇവിടെ 2b സ്ക്വയർ ആയിരിക്കും. ഇവിടെ v ബൈ 2h എന്നായിരിക്കും വരുന്നത്. ഇനി ഇത് 1:1 ആണെങ്കിലോ പെർഫെക്റ്റ് ആണ്, സ്ക്വയർ ഷേപ്പ് ആണ്. പക്ഷെ അത് നമുക്ക് എല്ലാ കണ്ടീഷനിലും എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്ക് ടാങ്കിന്റെ ലൊക്കേഷൻ എവിടാണ് അലോക്കേറ്റ് ചെയ്ത് തരുന്നത്. കാരണം ഫയർ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിലും സിവിലുകാരുടെയും സ്ട്രക്ചറലുകാരുടെയും കൂടെ കൺസൾട്ടേഷൻ വെച്ചിട്ട് ഫയറിന് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഫയറിന്റെ ഡിസൈനിങ് നമ്മളാ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ ഫൈനലൈസ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. അപ്പൊ നമ്മൾ കോർഡിനേഷൻ ബേസിലാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് ഈ വോളിയത്തിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള സ്പേസ് വേണം. ആ സ്പേസ് സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് കിട്ടുന്നതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് വേണം നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏത് ലൊക്കേഷനിലാണോ ടാങ്ക് അസൈൻ ചെയ്ത് തരുന്നത് അവിടുത്തെ സ്ഥലവും നമ്മുടെ ആസ്പെക്ട് റേഷ്യോ തമ്മിൽ നമുക്കൊരു ബന്ധം കിട്ടണം. അപ്പം ആ ആസ്പെക്ട് റേഷ്യോ ഏത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതിനനുസരിച്ച് ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും സെറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആസ്പെക്ട് റേഷ്യോ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ആസ്പെക്ട് റേഷ്യോ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് 1:1 കൊടുക്കാം, 2:1 കൊടുക്കാം, 3:1 കൊടുക്കാം, 4:1 കൊടുക്കാം. മാക്സിമം ആണ് 4:1 എന്ന് പറയുന്നത്. സോ ഇവിടെ ഡാറ്റയില് ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനില് ഇവിടെ നമ്മൾ ലിസ്റ്റ് എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ ഫുള്ള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓക്കെ കൊടുക്കാം. അപ്പൊ ഈ ഭാഗത്ത് എന്ത് ചെയ്യാം, നമുക്ക് ആസ്പെക്ട് റേഷ്യോ ഏത് വേണേലും മാറ്റി മാറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ 4 തന്നെ ഇടണമെങ്കിൽ 4ൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വന്നു. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്, ബി ആണ് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ബി ഇൻ മീറ്റർ ആണ് കിട്ടേണ്ടത്. സോ ഇവിടെ ബി എന്ന് കൊടുത്തു. ബി നമുക്ക് മീറ്ററിലാണ് വരേണ്ടത്. ബി കിട്ടാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്താണ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് വി ബൈ 4h. സോ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നമുക്ക് കിട്ടിയ ഇ വി. അപ്പൊ നമ്മളടുത്ത് എന്ത് പറഞ്ഞു, നമുക്ക് 2 കമ്പാർട്ട്മെന്റ് വേണം എന്നുള്ളത് ഓൾറെഡി അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ ഒരു സെല്ല് കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് ടാങ്ക് അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ് എന്ന് കൊടുക്കുന്നു. നമ്പർ ഓഫ് കമ്പാർട്ട്മെന്റ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ട് ഞാൻ റാപ്പ് ടെക്സ്റ്റ് ചെയ്തു. അപ്പൊ എത്രയാണ്, 2 കമ്പാർട്ട്മെന്റ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് എന്തറിയണം, വോളിയം ഓഫ് 1 കമ്പാർട്ട്മെന്റ് അറിയണം. വോളിയം ഓഫ് 1 കമ്പാർട്ട്മെന്റ് എത്രയായിരിക്കും, ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കമ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് നാളെ ഒരു കമ്പാർട്ട്മെന്റ് ഉള്ളെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും, 2 കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും, 3 കമ്പാർട്ട്മെന്റ് ആണെങ്കിലും നമുക്ക് ഇക്വേഷൻ സെറ്റ് ചെയ്തതുകൊണ്ട് ഇങ്ങനെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് ഇയാളായിരിക്കും കേട്ടോ.
അപ്പം ഇനി നമുക്ക് ബ്രെഡ്ത്ത് ആണ് അറിയേണ്ടത്. സോ ബ്രെഡ്ത്ത് ഇൻ മീറ്ററിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നമ്മുടെ വോളിയം, ഈ വോളിയം ഡിവൈഡഡ് ബൈ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ഇൻറ്റു നമ്മൾ കൊടുക്കുന്ന ഹൈറ്റ്. ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബ്രെഡ്ത്ത് കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ ഹൈറ്റ് ഒരു 6 മീറ്റർ കൊടുക്കുന്നു. 2 ലക്ഷം ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു 6 മീറ്റർ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത്, ഞാനൊരു 2 ഡിജിറ്റ് ഉള്ള സ്പേസ് ഇടുന്നു. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയാണ് വന്നിരിക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് ഇൻ മീറ്ററിൽ എടുക്കുമ്പോൾ ഈക്വൽ ടു ഈ വാല്യൂ ഇൻറ്റു ആസ്പെക്ട് റേഷ്യോ നമുക്ക് കൊടുക്കാം. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു വാല്യൂ എടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ടാങ്കിന്റെ ഡയമെൻഷൻ വരുന്നത്. ഈ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് ഇവിടെ ഇപ്പൊ 1:1 കൊടുക്കുമ്പോൾ സ്ക്വയർ ടാങ്ക് ആണ് വരുന്നത്. ഇവിടെ 2:1 കൊടുക്കുമ്പോൾ ഈ രീതിയിൽ വരും. 3:1 വരുമ്പോൾ അപ്പൊ ടാങ്കിന്റെ ഇങ്ങനെയുള്ള ഡയമെൻഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും റൗണ്ട് ഓഫ് ചെയ്ത ഡയമെൻഷൻ ആയിരിക്കും എടുക്കുക. 2.36 ഒക്കെ വരുവാണെങ്കിൽ 2.5ഉം 7ന്റെയും ടാങ്ക് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഇൻസ്റ്റന്റ്ലി ടാങ്കിന്റെ ഡയമെൻഷൻ എടുക്കാൻ സൗകര്യപ്രദമായിരിക്കും. അപ്പൊ ഇത് ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, പേര് കൊടുക്കുകയാണ് UGS ടാങ്ക് ഡീറ്റെയിൽ. ഫയറിൻ്റെത് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഇതേപോലെ UGS പോലെ തന്നെ നമുക്ക് വേണ്ട ആളാണ് OSG എന്ന് പറയുന്നത്. അപ്പൊ OSG നമുക്ക് ടെറസ് പ്ലാൻ ലേ ഔട്ട് വരയ്ക്കുമ്പോൾ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഇതിനെല്ലാം ഒന്ന് ഇൻസേർട്ട് ഇവിടെ കൊടുക്കുന്നു. അപ്പം ഇവിടെ ഇതിനെ കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇത് OSG ഡീറ്റെയിൽ എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് കിട്ടിയ കപ്പാസിറ്റി എത്രയായിരുന്നു, OSGയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 10,000 ആണെന്ന്. 10,000 ആണ്. ഓക്കെ. അപ്പം ഇവിടെ ഇനി എന്തെങ്കിലും അഡീഷണലി ഇവിടെ ഡീറ്റെയിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. വേറെ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതില് വേറെ സ്റ്റാറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നോട്ട്സ് ഒന്നുമില്ല. അപ്പൊ ബാക്ക് ടു നമ്മുടെ ഇവിടേക്ക് വരുന്നു. നമുക്ക് 10,000 ലിറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. സോ 10,000 എന്ന് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്തു. ടാങ്കിന് കമ്പാർട്ട്മെന്റ് നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. അപ്പം അതിന് പ്രത്യേകിച്ച് കമ്പാർട്ട്മെന്റ് വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സെയിം വോളിയം വെച്ച് തന്നെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ടാങ്കിന്റെ ഡയമെൻഷൻ. ആസ്പെക്ട് റേഷ്യോ 1:1 വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ടാങ്കിന്റെ ആസ്പെക്ട് റേഷ്യോ 2:1 വരുവാണെങ്കിൽ. അപ്പൊ ഈ ഡയമെൻഷൻ വെച്ച് 1.5 6 മീറ്റർ ഹൈറ്റ് ആണെങ്കിൽ ടെറസ് ടാങ്ക് ആകുമ്പോൾ നമ്മൾ 2.5 മീറ്ററിന് മുകളിൽ അധികം ഹൈറ്റ് കൊടുക്കാറില്ല. അപ്പൊ നമ്മളിവിടെ ഒരു 2.2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയമെൻഷനിൽ ടാങ്കിന്റെ ഡയമെൻഷൻ ഡീറ്റെയിൽ കിട്ടി. സോ ഈ ഒരു എക്സൽ ഫയൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സിസ്റ്റത്തിന്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഡയമെൻഷൻ വെച്ചിട്ട് നമ്മൾ ടാങ്ക് ഡിസൈൻ ചെയ്യണം. ഇപ്പൊ ടാങ്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫയറിന്റെ ടാങ്ക് മാത്രമല്ല ഉണ്ടാവുക, ഫയറിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് അതർ അതർ പ്ലംബിങ്ങിന്റെ ടാങ്കും കൂടെ കാണും. ഇതുപോലെ പ്ലംബിങ്ങിന്റെ ടാങ്കും കൂടെ കാണും. UGS ടാങ്ക് ആണെങ്കിൽ അവിടെ റോ വാട്ടർ ടാങ്ക് കാണും, ഡൊമസ്റ്റിക് വാട്ടർ ടാങ്ക് കാണും, ഫ്ലഷ് വാട്ടർ ടാങ്ക് കാണും, മുനിസിപ്പൽ വാട്ടർ ടാങ്ക് കാണും. അതുപോലെ തന്നെ നമുക്ക് OSG എടുക്കുകയാണെങ്കിൽ ഫയർ ടാങ്ക് കാണും. ഇത് പിന്നെ പല ലൊക്കേഷനിലായിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിലും ഇത്രയും ടാങ്ക്സ് പൊസിഷൻ ചെയ്യാനുള്ള ഒരു സ്ഥലം നമ്മൾ കാണണം. ഇവിടെ പ്ലംബിങ്ങിന്റെ കേസ് വരുമ്പോഴത്തേനും ഫയർ ടാങ്കിൽ നിന്നുള്ള ഓവർഫ്ലോ ആണ് റോ വാട്ടർ ടാങ്കിലേക്ക് നമ്മൾ കൊടുക്കുള്ളൂ. എല്ലാ ഇൻലെറ്റ്സും നമ്മുടെ പ്ലംബിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ടാങ്കർ വാട്ടറിൽ നിന്നുള്ള ഇൻലെറ്റ് ആണെങ്കിലും
ബ്രൗസർ വാട്ടറിന്റെ ഇൻലെറ്റ് ആണെങ്കിലും റെയിൻ വാട്ടർ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ റീചാർജ് ചെയ്യാൻ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്ന ലൈൻ ആണെങ്കിലും നമ്മുടെ മെയിൻ വാട്ടർ സോഴ്സ് ആയ വെൽ വാട്ടറോ അല്ലെങ്കിൽ ബോർവെൽ വാട്ടറോ ആണെങ്കിലും ഒക്കെ നമ്മൾ ഇൻലെറ്റ് കണക്ഷൻ കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ ഒരു ഫയർ ടാങ്കിലേക്കായിരിക്കും. ഫയർ ടാങ്ക് കംപ്ലീറ്റ്ലി ഫില്ലായതിനു ശേഷം അതിൽ നിന്നുള്ള ഓവർഫ്ലോ ആണ് നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന റോ വാട്ടറിലേക്ക് കൊടുക്കുന്നത്. അപ്പം എപ്പോഴും ഫയർ ടാങ്കിൽ വാട്ടർ ഫിൽഡ് ആയിരിക്കണം എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഡിസൈൻ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നമ്മൾ ഈ നമ്മുടെ റോ വാട്ടർ ടാങ്കിൽ സപ്പോസ് പ്ലംബിങ്ങിന്റെ കൺസംഷൻ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് റോ വാട്ടർ ടാങ്കിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും പമ്പിങ് ആദ്യം വരുന്നത് ഫയർ ടാങ്കിലേക്കായിരിക്കും. ഫയർ ടാങ്കിൽ നിന്നുള്ള ഓവർഫ്ലോ ആയിരിക്കും ഈ പറയുന്ന റോ വാട്ടറിലേക്ക് എപ്പോഴും വരുന്നത്. അപ്പം ഈ ഓവർഫ്ലോയുടെ കണക്ഷൻ ഒക്കെ ഒരു പാറ്റേണിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നേരെ ഡയറക്റ്റ് ടോപ്പ് ലെവലിൽ നിന്ന് ഈ റോ വാട്ടറിലേക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യില്ല. അത് ഒരു ബാഫിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു യു ഷേപ്പിൽ വെള്ളം കയറി ഇറങ്ങുന്ന രീതിയിലേ നമ്മൾ കൊടുക്കുള്ളൂ. അതിന്റെ കാരണം ടോപ്പ് ലെയറിൽ നിന്ന് എപ്പോഴും വെള്ളം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ എപ്പോഴും അഴുക്ക് നിറഞ്ഞ വെള്ളമായിരിക്കും. അപ്പൊ നമുക്ക് വാട്ടറിന്റെ ആ ഒരു ടർബിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ടാങ്കിന്റെ കമ്പാർട്ട്മെന്റിന്റെ ഇടയ്ക്ക് നമ്മൾ ബാഫിൾസ് പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ ഓവർഫ്ലോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ടാങ്കിന്റെ ഡിസൈനിങ് ഇതുപോലെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫയർ ടാങ്കിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു ലൊക്കേഷൻ പോയി കാൽക്കുലേറ്റ് ചെയ്യരുത്. ഫയർ ടാങ്കിനോട് ചേർന്നിട്ട് യു ജി സമ്പിന്റെ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ഈ പറയുന്ന റോ വാട്ടർ ടാങ്കിനും ബാക്കി അതർ വാട്ടർ ടാങ്കിനും ഉള്ള ഒരു സ്പേസിങ് കാണണം. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ടാങ്ക് അതിന്റെ സൈസിങ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡീറ്റെയിലിംഗ് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.